അച്യുത മേനോൻ ഒരു ദിവസം കോട്ടയത്ത് വരും. ശങ്കുടി മേനോൻ സാറിൻ്റെയോ ഞാൻ വന്ന് ശങ്കുടി മേനോൻ സാറിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്ത നേരെ ഓഫീസിലേക്ക് വരുവാണ്. കിലോമീറ്റർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ശങ്കുടി നമുക്ക് ഇറ്റയുടെ ഒരു ഘടകം കേരളത്തിൽ KPSC മാത്രം ഒതുക്കില്ല, നമുക്കൊരു സമ്മേളനം നടത്തണം. പഴയ മാമൻ മാപ്പിള ഹാളിലാണ് ആദ്യത്തെ ഇറ്റയുടെ സംസ്ഥാന സമ്മേളനം. അച്യുത മേനോൻ ഒരാഴ്ച കാലം ആ ഹോം സ്റ്റേഡിലും ശങ്കുടി മേനോൻ സാറിന്റെ വീട്ടിൽ താമസിക്കും. തോപ്പിൽ കാസിയും പോറ്റി സാറും അടങ്ങുന്ന ഒരു വലിയ ടീം കോട്ടയത്ത് വന്ന് ആഴ്ചകൾ താമസിച്ച് കേരള ചരിത്രത്തിൽ ഇറ്റ എന്ന പ്രസ്ഥാനം ഒരു സംഘടനയായി രൂപീകരിക്കുന്നത് പഴയ മാമൻ മാപ്പിള ഹാളിന്റെ ആ ചുവരുകൾ പറയും. കലാകാരന്മാരുടെ നിറഞ്ഞ സദസ്സിലാണ് 5 ദിവസം നീണ്ടുനിന്ന ആ ഇറ്റ സംസ്ഥാന സമ്മേളനം ചരിത്രത്തിൽ ഇറ്റ ഘടകം കേരളത്തിൽ പിറവിട്ടു. കുട്ടികളുടെ ഇടയിലേക്ക് കൂടുതലായി ഇറങ്ങി ചെല്ലുവാനായിട്ട് വിവിധ സ്കൂളുകളിൽ നിന്ന് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അവര് ചില അറിയിപ്പുകളുണ്ട്. പക്ഷെ നമുക്ക് അത് പഠിപ്പിക്കാനുള്ള കുറെ അധികം അധ്യാപകരുടെ ഷോർട്ടേജ് ഉണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാ സ്കൂളുകളുടെയും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഇവരുടെ ഈ ക്യാമ്പ്, ഈ പഠന കേന്ദ്രം ഓർക്കുന്ന 1.5 വർഷം മുമ്പാണ് നമ്മളിവിടെ ആരംഭിച്ചത്. ഇടയ്ക്ക് കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി പല കാരണം. എന്നാൽ വളരെ സജീവമായി ഉള്ള ഇടങ്ങളിൽ നമ്മൾ ഏറ്റുമാനൂര്, ദന്താവനത്തിലും കുമരകത്തും ഇവിടെയുമായി കേന്ദ്രീകരിച്ച് നടത്തിയ ഉള്ള സ്ഥലപരിമിതി ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ സംഘടിപ്പിച്ച് പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. കുമരകം ശങ്കുണ്ണി മേനോൻ സാറിന്റെ നേതൃത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നാമധേയത്തിൽ ഒരു സംഘം നമ്മൾ രൂപീകരിക്കുമ്പോൾ നമുക്ക് ഇപ്റ്റയുടെ ജനകീയ സ്വഭാവം, ഇപ്റ്റയുടെ ശക്തി, ഇത്രയും കാലഘട്ടങ്ങളിൽ കടന്നുപോയ ഇപ്റ്റയുടെ ഒരു പവറുണ്ട്. വേറൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്തത്ര പാരമ്പര്യവും അത്രയ്ക്ക് രംഗാവതരണങ്ങളിൽ ഇത്രയും വൈവിധ്യങ്ങൾ പുലർത്തിയ മറ്റൊരു സംഘമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇവിടെ ജനകീയ കലയുടെ കരുത്തും പുരോഗമന ചിന്തയുടെ വെളിച്ചവും പകരുന്ന വലിയൊരു ഇടമാണ് ഇപ്റ്റ. ശരിക്കും ഇത് ഇത്തരം ഒരു നാടക സംഘം ഇത്തരം 2ാം ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു നാടക പരിശീലന കളരി സ്ഥാപിക്കുമ്പോൾ ഇവിടെ വെറുമൊരു അഭിനേതാവായി മാറുകയോ, വെറുമെന്ന് പറഞ്ഞത് അഭിനയം മാത്രം, അതൊരു പഠന സംബന്ധമായി മാത്രം അതിനെ കാണാതെ തികച്ചും മനുഷ്യനെ വായിക്കാനും ജീവിതത്തെ പഠിക്കാനും കഥാപാത്രങ്ങളെ കണ്ടെത്താനും ശരിക്കും വളരെ സൂക്ഷ്മതയുള്ള ഒരു കലാസമൂഹം നമുക്കുണ്ടാവും. ഈ സൂക്ഷ്മതയിൽ അത് അഭിനയ ചാതുര്യതയുടെ ആയാലും സംവിധാനത്തിന്റെ ആയാലും എഴുത്തിലായാലും രംഗപടത്തിന്റെ ആയാലും മേക്കപ്പിന്റെ ആയാലും ഇത്തരം മേഖലകളിലുള്ള സൂക്ഷ്മതയുള്ള കലാകാരന്മാരുടെ ആകത്തുകയാണ് നാടകം എന്ന് പറയുന്നത്. ഇവിടെ എടുക്കാനല്ലേ ആ